ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മ അടുക്കളയിലേക്ക് വരുന്നത് കണ്ട് വേദ ചോദിക്കുകയാണ്, അല്ലമ്മേ, അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല മോളെ, മാഷിനൊരു ലഡു വേണം, ഞാനത് എടുക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, അച്ഛനതിന് മധുരം കഴിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ. അതൊന്നുമില്ല, പക്ഷെങ്കിൽ ഇന്നെന്തോ ഒരു പ്രത്യേക സന്തോഷം. വിശ്വേട്ടനായിരിക്കും അല്ലേ അതിന് കാരണം? പതിവിന് വിപരീതമായി അവൻ ആ ജോലിയോട് ഒരു ആത്മാർത്ഥതയുണ്ടെന്ന് മാഷിനൊരു തോന്നൽ. ആ ജോലി വാങ്ങിക്കൊടുത്ത് നമ്മളൊരു പരിഗണനയില്ല അമ്മേ. വിശ്വേട്ടന് ആ പൈസ കൊടുത്തപ്പോൾ ഞാൻ നോക്കിയത് ശ്രീജയടത്തിയെ കണ്ണിന് ഭയങ്കര ഒരു തിളക്കുണ്ടായിരുന്നു. അതേ മോളെ, അവൾക്ക് ഈ വീടിനോട് ഭയങ്കര ഒരു സ്നേഹമാണ്. എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ടുള്ള സ്നേഹം എനിക്ക് അത്രയൊന്നും കാണില്ല മോളെ. അവൾക്ക് ഒരിക്കലും അവൾ തന്നെ നന്നാവണം എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്തയൊന്നുമില്ല. ഞാനിപ്പം സ്വാർത്ഥയാണെന്ന് അമ്മയും മരുമോളും സ്ഥാപിക്കുകയാണെന്നാണ് തോന്നുന്നത്. അത് ശരിയാ അമ്മേ, ഈ വീട്ടിലെ മുഴുവൻ ജോലി എടുത്താലും ശ്രീജയടത്തിക്ക് ഒരു പരാതിയുമില്ല. നമ്മൾ എന്തെങ്കിലും ജോലി എടുക്കാൻ നോക്കിയാൽ നമ്മളായിട്ട് സമ്മതിക്കുകയില്ലെന്നും പറഞ്ഞിട്ട് അമ്മയും വേദ ഇങ്ങനെ ചിരിക്കുകയായിരിക്കും. ഇതൊക്കെ കേട്ട് നന്ദിനി മൈൻഡ് വോയിസായി പറയാണ്, ഞാനൊരു ജോലി എടുക്കാതെ ഫുൾ പരാതി പറഞ്ഞ് നടക്കാന്നോടി നീക്ക് പറഞ്ഞൂടെന്ന് പറഞ്ഞിട്ട് നന്ദിനി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാൻ നോക്കുകയാണ്. പെട്ടെന്നാണ് നന്ദിനിയുടെ ബാക്കിൽ നമ്മുടെ ശ്രീജ പ്രത്യക്ഷപ്പെടുന്നത്. എന്താ നന്ദിനി? ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ, എന്നിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാനിവിടെ നിൽക്കുന്നല്ല, നിനക്കങ്ങോട്ട് വന്നൂടെയും പറഞ്ഞിട്ട് ശ്രീജ അങ്ങോട്ടങ്ങ് പോവുകയാണ്. നന്ദിനി എന്തായാലും ശ്രീജ കണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ശ്രീജയുടെ പിന്നാലെ ഇങ്ങനെ പോവാൻ നോക്കുന്നുണ്ട്. മോളോ, ഞങ്ങൾ നിന്റെ കാര്യം പറയായിരുന്നു. ശ്രീജ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പാലെടുത്ത് പോകാൻ നോക്കുമ്പോഴാണ് അമ്മ മുല്ലപ്പൂ കാണുന്നത്. ആ മുല്ലപ്പൂവൊക്കെ ഉണ്ടല്ലോ തലയിൽ, അതെ വിശ്വേട്ടൻ വാങ്ങിച്ചതാ. അവൻ അങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടോ? വാങ്ങിച്ചപ്പം എല്ലാവർക്കും വാങ്ങിക്കായിരുന്നു എന്ന് നമ്മുടെ ശ്രീജ പറയാണ്. ഞാൻ അതേക്കുറിച്ച് വിശ്വേട്ടനോട് സൂചിപ്പിച്ചതാ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏട്ടത്തി. ഇതേ സ്നേഹത്തോട് കൂടിയിട്ട് വിശ്വേട്ടൻ ചേച്ചിക്ക് വാങ്ങിച്ചെന്നതാ. അതിൻ്റെ പങ്ക് പറ്റാൻ ആർക്കും അർഹതയൊന്നുമില്ല. എന്തേ ശ്രീജ ഇത് കുറച്ച് പാലാ. അമ്മ പറഞ്ഞു വിശ്വേട്ടന് കുറച്ച് പാലൊക്കെ കൊടുക്കണമെന്ന്. എന്താ നന്ദിനി, എന്താ നിനക്ക് പാൽ വേണം? എനിക്ക് പാലൊന്നും വേണ്ടേ. ഒരു ജോലി കിട്ടിയപ്പോഴേക്ക് എന്തായാലും പാലും പൂവൊക്കെ ആയല്ലോ. വിനായകേട്ടനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ. എനിക്ക് പാലൊന്നും വേണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി വെള്ളം എടുക്കായിരിക്കും. ആ സമയത്താണ് നമ്മുടെ വേദ പറയുന്നത്, നന്ദിനിയെടുത്തി നാളെ നന്ദിനിയെടുത്തിൻ്റെ വീട്ടിലേക്ക് ഞാനില്ല. അപ്പം വേദേ, നീ ഒറ്റയ്ക്കാവൂലേ ഇവിടെ? ജോലി കഴിഞ്ഞിട്ട് വിശ്വേട്ടനും അങ്ങോട്ടാ വരാമെന്ന് പറഞ്ഞത്. അതെ, നിനക്കും അങ്ങോട്ട് വന്നാൽ പോരെ? വിക്രത്തോട് പറഞ്ഞാൽ പോരെ? വിക്രത്തെയും കൂട്ടി നിനക്കും വരാലോ എൻ്റെ വീട്ടിലേക്ക്. ഇല്ല, എന്തായാലും ഞാൻ വരുന്നില്ല. അത് ശരിയാ മോളെ, ആളുകൾ ഓരോന്ന് ചോദിക്കും, അതിനുത്തരം പറയാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതെ, ആളുകൾ ചോദിക്കുന്നത് പേടിച്ചിട്ടാണെങ്കിൽ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കേണ്ടായിരുന്നല്ലോ. നന്ദിനി വെള്ളമായിട്ട് റൂമിലേക്ക് പോകാൻ നോക്കി. ഇത് കേട്ട് ദേഷ്യം പിടിച്ച് നന്ദിനി അങ്ങ് പോവാണ്. തൊട്ടു പിന്നാലെ തന്നെ ശ്രീജയും പോകുന്നുണ്ട്. നന്നായി മോളെ, നന്ദിനിയുടെ സ്വഭാവം നിനക്കറിയാലോ. എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും മോളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൾ അപമാനിക്കും. ഈ സമയം വിനായകൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് നമ്മുടെ നന്ദിനി ഒരു ജഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ഇത് പിടി. ഇതെന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ജഗ്ഗിൽ വെള്ളം അതല്ല, ഇവിടെ ഒരു ജഗ്ഗും വെള്ളം ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ മറ്റൊന്ന്, അതും ഈ മഴക്കാലത്ത്. അതെ, ഞാൻ വേദയും അമ്മയും പറയുന്നത് ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീജയത്തി അവിടേക്ക് വന്നതും. അപ്പോൾ ഞാൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളം എടുത്ത് വരാനല്ലേ പറ്റുള്ളൂ. നന്നായി, നിൻ്റെ അഭിനയമല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുന്നത്. അതെ, എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് നല്ലതായാലും ചീത്തയായാലും എൻ്റെ മുഖത്തത് കാണിക്കും. അല്ലാതെ ചിലരെപ്പോലെ ഇങ്ങനെ പാവ അഭിനയിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒരുത്തനിപ്പോൾ ഇങ്ങോട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് എന്തൊക്കെയാണ് പൂവുണ്ട്, പിന്നെയാണ് അവന് സ്പെഷ്യലായിട്ട് ബദാം മിൽക്ക്. അല്ല വിനേട്ട, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വീടിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? എന്നിട്ട് സ്പെഷ്യലായിട്ട് അമ്മയുടെ വക ഒരു കട്ടൻ ചായ പോലും നീക്ക് തരുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്ക് മൂത്ത മോനോടും ഇളയ മോനോടും ഒരു പ്രത്യേക മമതയും സ്നേഹമൊക്കെ അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരോടും ഉണ്ട്. അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല വിനേട്ട, ഞാൻ എൻ്റെ ഈ കാതുകൊണ്ട് കേട്ടതാണ്. എന്ത്, അമ്മയ്ക്ക് അവരോട് പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് പറയുന്നതോ? അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ വിനേട്ട. ശ്രീജയടത്തിയെക്കുറിച്ച് അവരിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്വാർത്ഥതയില്ല, ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നു. അതിനർത്ഥം എനിക്ക് സ്വാർത്ഥതയുണ്ടെന്നല്ലേ? നിനക്കങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നീ നാളെ മുതൽ മാറ്റിയാൽ പോരെ? ഞാനങ്ങനെ മാറ്റാൻ പോകുന്നില്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്, നാളെ എന്നിട്ട് നിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതില്ലേ? നാളെ മുതൽ എന്തായാലും ഞാനും വിനയേട്ടൻ്റെ ബദാം മിൽക്ക് തരും. എന്തിന്? എനിക്ക് വയറിളകി ചാകാനോ? അതല്ല, ഈ വീട്ടിൽ ഒരു മക്കൾക്കും അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും ഇല്ലെന്ന് അമ്മയൊന്നും മനസ്സിലായിക്കോട്ടെ. എടി,
നന്ദിനി, അതുണ്ടല്ലോ ഏട്ടൻ കുറേ കാലം ജോലിക്കൊന്നും പോവാതെ മടി പിടിച്ചിരിക്കുകയല്ലേ, ഇപ്പോൾ ഒക്കെ ജോലിക്ക് പോയി തുടങ്ങിയിട്ട് ഒന്ന് ശരീരം ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതാ. ഇപ്പം വിനയേട്ടന് ബ്രോക്കർ പണിയല്ലാതെ സ്ഥിര വരുമാനമുള്ള ജോലിയൊന്നുമില്ല എന്നും പറഞ്ഞ് അവർ കളിയാക്കും. നോക്കിക്കോ, ഹേയ് ഇതൊന്നും അധികകാലം നീണ്ടു പോവില്ല. വിശ്വേട്ടനാണെങ്കിൽ വിനയേട്ടൻ ജോലി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ആ സമയം വിക്രത്തിനും വേദത്തിനും എതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. അത് വേണ്ടായിരുന്നു. ഇവരുടെ സന്തോഷം കാണുകയും വേണം. ഇതൊക്കെ എത്രയും പെട്ടെന്ന് നിർത്തിത്തരണേ ഭഗവാനെ എന്നും പ്രാർത്ഥിച്ച് നന്ദിനി കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിലിരുന്ന് ഇങ്ങനെ കൂട്ടുകാരോട് പറയാണ്, എന്തായാലും ഒരു ജോലി സംഘടിപ്പിക്കണം സജീവ. അല്ല, നീ ഇതിനു മുമ്പ് ചാക്ക് ചുമക്കാൻ പോയിട്ടില്ലായിരുന്നോ? അത് പെട്ടെന്ന് കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യം ഉണ്ടായിട്ടില്ലായിരുന്നോ? അല്ല, നീ ചാക്ക് ചുമക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? അതേന്നേ, ഇവനെ ചാക്ക് ചുമന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇവൻ്റെ ഭാര്യ പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ്. അതിനെന്തിനാ നീ ചാക്ക് ചുമക്കാനൊക്കെ പോയത്? നിനക്ക് ശ്രീനി സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര പൈസയാണെങ്കിലും അദ്ദേഹം തരില്ലേ? അതിവൻ്റെ അച്ഛൻ സ്വീകരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഇവൻ ജോലിക്ക് പോയത്. അല്ല, നിനക്കിപ്പോൾ ജോലി വേണമെന്ന് അത്രയ്ക്ക് അത്യാവശ്യമാണോ? എന്താണ് അങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എന്തായാലും നിനക്ക് പ്രായമായിട്ടൊന്നുമില്ലല്ലോ, പഠിച്ച് പാസ്സായിട്ട് PSC എഴുതിയെടുത്തൂടെ? അതിനൊക്കെ കുറേ സമയം എടുക്കില്ലേ? പഠിക്കണം, പാസ്സാവണം, പിന്നെ ജോലി കിട്ടണം, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. എനിക്ക് പെട്ടെന്നൊരു ജോലി വേണം. എന്താ നിനക്ക് പെട്ടെന്നൊരു ജോലി വേണമെന്ന് തോന്നാൻ കാരണം? അത് ഇന്നലെ നമ്മുടെ വേദ കുറേ സംസാരിച്ചു, അതിലും കാര്യമുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുക. നാശം, ഞാൻ എത്ര നേരമായി നോക്കുന്നത്? എന്താ പ്രശ്നം? ഇതിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഞാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല, നീ ഒന്ന് അങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞിട്ട് വിക്രം അത് ശരിയാക്കാണ്. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് തന്നെ അത് ശരിയാവുകയും ചെയ്യും. അത് ശരിയായല്ലോ. അല്ല വിക്രം, നീ ഉണ്ടല്ലോ ഒരു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? സജീവ, ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അതിലെ ലോഹിതദാസ് എന്നുള്ള കഥാപാത്രം ജയറാമിനോട് പറഞ്ഞിട്ടുണ്ട്, ചോക്കുമലയിൽ ഇരിക്കുന്ന ഒരുത്തൻ ചോക്കന്വേഷിച്ച് നാട് മൊത്തം നടക്കുകയാണ്. അതുപോലെയാണ് നിൻ്റെ അവസ്ഥ. എടാ, നിനക്ക് ഇവിടുത്തെ ഈ വർക്ക്ഷോപ്പിൽ ജോലി നോക്കിക്കൂടെ? ഈ ജോലിയാണ് നിനക്ക് അറിയുകയും ചെയ്യാമല്ലോ. അതിന് ഞാൻ ഇത് പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ. രാജേട്ടൻ ഓരോന്ന് പറയുമ്പോൾ ചെയ്തു നോക്കി എന്നല്ലേ? അതിനിത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജോലി അറിയോ എന്ന് നമ്മൾ നോക്കേണ്ടുള്ളൂ. അത് നിനക്കറിയാലോ. നീയേ നല്ലൊരു ദിവസം നോക്കിയിട്ട് ഇവിടെ ജോയിൻ ചെയ്തേക്ക്. എന്തായാലും രാജേട്ടൻ അറിയുമ്പം രാജേട്ടന് ഭയങ്കര സന്തോഷവും. പെട്ടെന്നാണ് നമ്മുടെ വിക്രത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ അമ്മേ, എന്താ വിശേഷിച്ച്? അതെ, ഞങ്ങളെല്ലാവരും നന്ദിനിയുടെ വീട്ടിലേക്ക് പോവാണ്. അതിനമ്മ പോയിക്കോ, എന്തിനാ എന്നോട് പറയുന്നത്? അതെ, ഈ വീട്ടിൽ വേദ തനിച്ചാണ്. എന്തിനാ അമ്മേ ഞാൻ അവിടെ വന്ന് അവൾക്ക് കൂട്ടിരിക്കണമെന്നോ? അവൾക്ക് കൂട്ടിരിക്കേണ്ടത് നീയല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. അമ്മേ, എനിക്കിവിടെ 100 കൂട്ടം പണികളുള്ളതാ. ദേ വിക്രം, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക്. നിന്നെ ഇവിടെ വന്ന് കണ്ടിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോവാൻ. എത്രയും പെട്ടെന്ന് നീ ഇവിടേക്ക് വരാൻ നോക്കുമെന്നും പറഞ്ഞിട്ട് അമ്മ ഫോൺ കട്ട് ചെയ്യാൻ. ഫോൺ വെച്ച ശേഷം നമ്മുടെ വിക്രം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഞാൻ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുക്കാൻ നോക്കുമ്പം, അല്ല നിനക്ക് ബൈക്കിൻ്റെ ആവശ്യമുണ്ടോ? അത് എനിക്ക് വീട് വരെ ഒന്ന് പോകണമല്ലോ. എങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് എന്തായാലും ആ ബൈക്കൊന്ന് വേണം. അങ്ങനെ ഫ്രണ്ടും വിക്രത്തിൻ്റെ ഒപ്പം തന്നെ കയറുന്നുണ്ട്. വിക്രം പെട്ടെന്നുള്ള പോകാനുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് ഫോൺ അവിടെ വെച്ച് മറന്നു പോകുന്നുണ്ട്. അവരുടെ ആ പോക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയാണ്, അവൻ എന്തായാലും ഈ വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറാമെന്ന് സമ്മതിച്ചല്ലോ, നീ നോക്കിക്കോ, ആ വേദ അവനെ മാറ്റിയെടുക്കും. ഇതും പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്താണ് അമ്മ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട്, അല്ല അമ്മ പോവാൻ നോക്കുന്നില്ലേ? അപ്പോഴേക്ക് ബാക്കി എല്ലാവരും മാറ്റി അവിടെ എത്തിയിട്ടുണ്ടാവും. അമ്മ എന്താ റെഡി ആവാതിരിക്കുന്നത്? അതെ, അച്ഛൻ ബ്ലോക്ക് ഓഫീസ് വരെ പോയിരിക്കുകയാണ്. അച്ഛൻ ബ്ലോക്ക് ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ കവലയിൽ എത്തുമ്പോഴേക്കും ഞാൻ മാറ്റി അവിടേക്ക് എത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വിശ്വേട്ടൻ എന്തായാലും കമ്പനി 2 ദിവസം ലീവ് കൊടുത്തു. അല്ലെങ്കിലേ ഞാൻ ആ കമ്പനിയിലേക്ക് വിളിച്ച് ലീവ് കൊടുക്കണമെന്ന് പറയാനിരിക്കുകയായിരുന്നു. അല്ല അമ്മേ, അച്ഛൻ വരാൻ എന്തായാലും ലേറ്റ് ആവുമോ? പിന്നെ ലേറ്റ് ആവാതെ ബ്ലോക്ക് ഓഫീസ് തുറക്കണമെങ്കിൽ തന്നെ 10 മണിയാവും. എന്നാൽ നിങ്ങൾ പോയിക്കോ, ഞാനും അച്ഛനും പിന്നെ വന്നാൽ പോരെ? ഇത് കേട്ടിട്ട് അവരെല്ലാവരും അങ്ങ് പോവുകയാണ്. അവരാ പോകുന്നതെന്ന് നോക്കിയിട്ട് നമ്മുടെ അമ്മ പറയാണ്, ദേ നാട്ടുകാരിത് കണ്ടിട്ട് പറയും സുധാകരൻ മാഷിൻ്റെ മക്കളും മരുമക്കളും എന്ത് സന്തോഷത്തിലാണ് പോകുന്നതെന്ന്. അതിലേക്ക് നീയും വിക്രോടി വരണം, എന്നാലേ അതിനൊരു പൂർണ്ണത ഉണ്ടാവും. അതിന് നന്ദിനിയെടുത്ത് സമ്മതിക്കോ? പിന്നെ സമ്മതിക്കാതെ അവളെ എല്ലാത്തിനും നമ്മളൊന്ന് മുകളിൽ വെക്കാമെന്ന് അവൾക്ക് തോന്നിയാൽ മതി. അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ അവൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ലെന്നേ. അല്ല അമ്മ എപ്പോഴാണ് പോകുന്നത്? ഞങ്ങളൊരു 10:30 ആകുമ്പം ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അല്ല മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, മുത്തശ്ശി ഇന്ന് ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വരുന്ന ദിവസമായിരുന്നു. എനിക്കൊന്ന് മുത്തശ്ശിയെ പോയി കാണണമായിരുന്നു. അമ്മ പോകുമ്പോഴേക്കും ഞാനിവിടേക്ക് എത്താം. അല്ല മോളെ, ഈ സമയത്ത് എങ്ങനെയാണ് പെട്ടെന്ന് പോയി വരുന്നത്? ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ഈ സമയത്ത് ഓട്ടോ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്കൂൾ ടൈം അല്ലേ. അല്ല, ഒരു കാര്യം ചെയ്യാം, വിക്രം വന്നിട്ട് വിക്രത്തോട് അവിടെ ഇറക്കി തരാൻ വേണ്ടി പറയാം. അതിനൊക്കെ വിക്രം സമ്മതിക്കോ? ഞാൻ പറയാമെന്നേ. പിന്നീട് കാണിക്കും നമ്മുടെ ശ്രീനി സാറിൻ്റെ വീടായിരിക്കും. പൊളിക്കനും വേറൊരാളൂടി അവിടേക്ക് വരികയായിരിക്കും. ശ്രീനി സാറ് കുളിക്കായതുകൊണ്ട് വൈഫായിരിക്കും ഡോറ് തുറന്നു കൊടുത്ത്. എന്താ പുളിക്ക, ഞാൻ പലരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഈ പലിശ സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കയ്യിൽ തരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ പുളിക്ക,
ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? എല്ലാവരും പലിശയൊക്കെ തരുന്നുണ്ടല്ലേ? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട് മാഡം. എന്താ പ്രശ്നം? അതെ, വിക്രം ഇപ്പം പലിശ പിരിക്കാൻ ഇറങ്ങുന്നില്ലല്ലോ. അതെന്നാണ് പ്രശ്നം. പലർക്കും വിക്രത്തോടുള്ള ആ ഒരു പേടി കൊണ്ട് കൃത്യമായി എല്ലാവരും പലിശ തരുന്നുണ്ടായിരുന്നു. ഇപ്പം വിക്രമാണെങ്കിൽ അതിനിറങ്ങണ്ടെന്നല്ലേ സാറ് പറഞ്ഞിരിക്കുന്നത്. സാറാണെങ്കിൽ അവനെ കതറണിച്ച് മാറ്റിയിരുത്തിയിരിക്കുകയാണ്. അവൻ പ്രസിഡന്റ് ആയതുകൊണ്ട് ഇനി പലിശ പെരുക്കാനൊന്നും ഇറങ്ങണ്ടെന്നല്ലേ സാറിൻ്റെ ഓർഡർ. വിക്രത്തെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയല്ലേ വേദയും സാറും. വേദ അതിന് ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സാറിൻ്റെ കാര്യം എനിക്കിത് സാറിനോട് നേരിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മാഡത്തോട് പറയുന്നത്. അതെ, ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. നമുക്ക് ഒരുപാട് പൈസേൻ്റെ ആവശ്യമുണ്ട്. അപ്പം വിക്രം ഇതിൽ നിന്നും മാറി നിന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. മാഡം എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അത് ഞാൻ പറഞ്ഞോളാം. പുളിക്കൻ എന്തായാലും പോകാൻ നോക്കുമെന്നും പറഞ്ഞിട്ട് പുളിക്കൻ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ വന്നിട്ട് ഇതേ ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയത്തേക്കുള്ള ഗോതമ്പ് മാവിനുള്ള ഗോതമ്പ് ടിന്നിലുണ്ട്. ബാക്കി ഇങ്ങനെ സവാളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ എല്ലാം എനിക്കറിയാം അമ്മേ, എല്ലാം ഞാൻ സെറ്റായിക്കോളൂ. അല്ല മോളെ, 10 മണിയായല്ലോ, മാഷ് ഇപ്പോൾ വിളിക്കും. അവൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ആ സമയമാണ് നമ്മുടെ വിക്രവും ഫ്രണ്ടും കൂടി അവിടേക്ക് വരുന്നതും വിക്രത്തെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് ബൈക്കുമായിട്ട് അവിടുന്ന് പോകുന്നത്. അല്ല അമ്മേ, വിക്രത്തിൻ്റെ ബൈക്ക് വന്നതുപോലെ തന്നെ തിരിച്ചു പോയെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്രം അവിടെ കയറി വന്നത്. എന്താ മോനെ നീ ഇത്രയും ലേറ്റ് ആയത്? അതിന് അമ്മ പോകാൻ ഒരുങ്ങുന്നല്ലേ ഉള്ളൂ. അല്ല, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവക്കൊന്ന് അമ്പലത്തിൽ പോയി വരണമായിരുന്നു. എന്തിനാ ഞാൻ ഇവളെ കൊണ്ടുപോകണമെന്നാണോ? ഇവക്ക് സ്വന്തം അങ്ങ് പോയി വന്നാൽ പോരെ? അല്ല മോനെ, ഇവക്ക് അതിന് പോകാനൊരു വണ്ടി വേണ്ടേ? നീ എത്രയും പെട്ടെന്ന് ഇവളെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോയി വന്നേ. അതിന് എൻ്റെ കയ്യിൽ വണ്ടിയൊന്നുമില്ല. എൻ്റെ വണ്ടിയെ ജോസഫ് കൊണ്ടുപോയിരിക്കുകയാണ്. നീ അവനെ വിളിച്ച് പറ വണ്ടി ആവശ്യപ്പെട്. എന്നിട്ട് ഇവളെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോയേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. വേദയെ ഇവിടെ തനിച്ചാക്കിയിട്ട് നീ പുറത്തൊന്നും പോകാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. വെട്ടുപോത്തെ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ മുത്തശ്ശി അമ്പലത്തിലുണ്ടോ എന്നൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വേദ റൂമിൽ പോയിട്ട് മൊബൈൽ നോക്കുകയാണ്. മൊബൈൽ അവിടെ എവിടെയും കാണുന്നുണ്ടാവില്ല. വേദ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രം അവിടെ കടന്നു വരുന്നുണ്ട്. വിക്രം ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. എൻ്റെ ഫോൺ കാണാനില്ല മനുഷ്യ, അതിന് ഞാൻ എന്തു വേണം? ഒന്ന് എൻ്റെ കൂടെ ഒന്ന് നോക്ക്, ഫോൺ എവിടെയാണെന്ന്. എനിക്ക് മനസ്സിലടി എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ ബെഡിലിങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വേദ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്. അവിടെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോഴാണ് വേദയ്ക്ക് ഓർമ്മ വരുന്നത്, അയ്യോ അമ്മ എങ്ങാനും അമ്മയുടെ ബാഗിലിട്ട് കൊണ്ടുപോയി കാണുമോ? വിക്രം ഒന്ന് വിളിക്ക് വിക്രം. അതെ, അമ്മ ഇന്ന് ആ ഫോണുമായിട്ട് പോയാൽ നാളെ വരുള്ളൂ. ഒന്ന് വിളിച്ച് നോക്കെൻ്റെ വിക്രം. ഞാൻ വിളിക്കുന്നില്ല, നീ തന്നെ വിളിച്ചോ, ഫോൺ ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടി പാൻസിൻ്റെ കീശയിൽ ഇങ്ങനെ കൈയിട്ട് നോക്കുമായിരിക്കും. പക്ഷെങ്കിൽ ഫോൺ അവിടെ ഇല്ലല്ലോ. അപ്പോൾ വിക്രം എത്ര തിരഞ്ഞിട്ടും കാണൂല. എന്താ വിക്രം, എന്താ പറ്റിയത്? അതെ, ഞാൻ ഫോൺ ഉണ്ടല്ലോ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു എന്നാണ് തോന്നുന്നത്. ഇത് കേട്ട് നമ്മുടെ വേദ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്.